144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദേവപ്രീതിക്കായി നടക്കുന്ന ഒരു അതിവിശിഷ്ടമായ ചടങ്ങാണ് വിജയബലി. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മഹാഭാരതത്തിലെ അർജുനന്റെ സാരഥിയായ പാർത്ഥസാരഥിയുടെ വേഷത്തിൽ വന്ന ശ്രീകൃഷ്ണനാണ്. 12 വർഷത്തിലൊരിക്കൽ അവതരിപ്പിക്കുന്ന ക്ഷേത്രത്തിലെ പള്ളിപ്പാന പ്രസിദ്ധമാണ്. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത് ഇവിടെയാണല്ലോ. 1789 ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ശ്രീകൃഷ്ണ വിഗ്രഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സൂക്ഷിക്കാൻ കൊണ്ടുവന്നു എന്നാണ് വിശ്വാസം. ചെമ്പകശ്ശേരി രാജാവ് കൃഷ്ണന്റെ പ്രതിഷ്ഠ അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വഴിമധ്യേ ചമ്പക്കുളത്ത് ഒരു ക്രിസ്ത്യൻ കുടുംബമായ മാപ്പിളശ്ശേരി തറവാട്ടിൽ തങ്ങുകയും പിറ്റേ ദിവസം അമ്പലപ്പുഴയിലേക്ക് പോരുകയും ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും മൂലം ദിനത്തിൽ ക്ഷേത്ര ഭാരവാഹികൾ മാപ്പിളശ്ശേരി തറവാട്ടിൽ ഉപഹാരങ്ങളുമായി എത്തുന്നു. ഇതേ ദിവസം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ളതും കേരള വള്ളംകളി സീസണ് തുടക്കം കുറിക്കുന്നതുമായ ചമ്പക്കുളം വള്ളംകളി തുടങ്ങുന്നത്. ഇവിടുത്തെ നിത്യ നൈവേദ്യമായ പാൽപായസം ലോക പ്രശസ്തമാണ്. ചതുരംഗം കളിക്കുന്നതിൽ ഭ്രമമുണ്ടായിരുന്ന ചെമ്പകശ്ശേരി രാജാവ് കളിക്കാരെ വെല്ലുവിളിച്ചു. ഒരു സാധു മനുഷ്യനാണ് ആ വെല്ലുവിളി സ്വീകരിച്ചത്. പന്തയം ഇപ്രകാരമായിരുന്നു: രാജാവ് തോറ്റാൽ 64 കളങ്ങളിലുള്ള ചതുരംഗ പലകയിൽ ഒന്നാമത്തതിൽ 1 നെന്മണി, രണ്ടാമത്തതിൽ 2, മൂന്നാമത്തതിൽ 4, ഇങ്ങനെ 64 കളങ്ങളിലും പൂർത്തിയാക്കി കിട്ടുന്നത്രയും നെല്ല് എതിരാളിക്ക് കൊടുക്കണം. രാജാവിന് ഇത് നിസ്സാരമായി തോന്നി. കളിയിൽ രാജാവ് തോൽക്കുകയും എതിരാളി പന്തയത്തുക കണക്കു തെറ്റാതെ നൽകണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. ഇത് എന്തുമാത്രം വരുമെന്നോ? നമ്മുടെ മൗണ്ട് എവറസ്റ്റിന്റെ വലിപ്പത്തിലുള്ള 3 കൂമ്പാരം നെല്ല് കൂട്ടേണ്ടി വരുമെന്നാണ് ഗൂഗിൾ മാമി പറഞ്ഞത്. കളങ്ങളിൽ പകുതിയാകുന്നതിന് മുൻപ് തന്നെ അളവ് മതിയാക്കേണ്ടി വന്നു. രാജ്യത്തുള്ള നെല്ല് മുഴുവൻ കടം വീട്ടാൻ നീക്കി വച്ചിട്ടും പന്തയ നെല്ല് കൊടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ രാജാവിന്റെ അഹങ്കാരം അസ്തമിച്ചു. എതിരാളിയുടെ മുഖത്ത് നോക്കിയപ്പോൾ പുഞ്ചിരിക്കുന്ന ശ്രീകൃഷ്ണനെയാണ് രാജാവ് കണ്ടത്. രാജാവ് ക്ഷമ ചോദിച്ചു. ദിവസം തോറും എനിക്ക് പാൽപായസം നിവേദിച്ച് കടം വീട്ടുക എന്നാണ് ഭഗവാൻ അരുളി ചെയ്തത്. കഷായത്തിൽ എന്നതുപോലെ ധാരാളം വെള്ളത്തിൽ പാല് വേവിച്ചെടുക്കുന്നത് കൊണ്ടാണ് പാൽപായസത്തെ ഗോപാല കഷായമെന്നും വിളിക്കുന്നത്.